ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറേ, എനിക്കെതിരെയുള്ള ചാർജുകളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇനി മൊഴിയെടുക്കലിന്റെയും വകുപ്പ് ചുമത്തലിന്റെയും ഒന്നും ആവശ്യമില്ലല്ലോ. എന്നെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് JR പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. അച്ഛാ പോണ്ടേ, വാ. വന്നടാ. അച്ഛാ ദേ വന്നു. നീ ബഹളം വെക്കാടാ. എന്റെ പൊന്നച്ഛ, വണ്ടി ഒന്ന് പോണ്ടേ? പോവാലോ. അച്ഛനിപ്പോ റെഡിയാവാൻ കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കുന്നത് JRന്റെ ഓഫീസിലല്ലടാ. നിന്റെ ഗൗരവം ഞാൻ കാത്തു സൂക്ഷിക്കണടാ. അച്ഛനിപ്പോ ജീവിതമൊക്കെ നല്ലവണ്ണം ആസ്വദിച്ചു തുടങ്ങിയല്ലേ? എടാ, ഈ കൺമുന്നിൽ വരുന്ന സൗഭാഗ്യങ്ങളൊക്കെ വിട്ടുകളയുന്നവര് മണ്ടന്മാരാ. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ശരി. പിന്നെ എനിക്ക് വേണ്ടി നീ ഈ സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ എന്തിനാടാ തട്ടിക്കളയുന്നത്? അച്ഛന് മനസ്സിലായ പോലെ ഇത് അമ്മയ്ക്ക് മനസ്സിലായ മതിയായിരുന്നു. വാ, നമുക്കിറങ്ങാം. ബാബാ. അമ്മേ, അമ്മേ, അമ്മ ഒന്നിങ്ങ് വന്നേ. എന്താ? അമ്മേ, ജീവനും അച്ഛനും പുറത്തേക്ക് പോയി. എനിക്ക് ഹരിയുടെ അടുത്തേക്ക് പോണം. അത് ഇപ്പൊ വേണോ മോളെ? പിന്നെ ഹരിന്റെ ഭർത്താവല്ലേ അമ്മേ? ഞങ്ങളുടെ മുന്നില് CA എന്തേലും പറഞ്ഞ ആ ബന്ധം ഇല്ലാണ്ടാവോ? എനിക്ക് പോണമ്മേ. ഹരിയെ കണ്ടേ പറ്റൂ. മോളെ, നിന്നെ തടയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അതിന്റെ പേരിലുണ്ടാവുന്ന പ്രശ്നങ്ങള്. ഒരു പ്രശ്നം ഞാൻ കാര്യമാക്കുന്നില്ലമ്മേ. ഹരി വേദനയോടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ എനിക്കിവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പോണം. പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം. എങ്കിൽ നീ സൂക്ഷിച്ചു പോയിട്ട് വാ. നിങ്ങൾ തമ്മിൽ കാണുന്നത് ആ CIO മറ്റോ അറിഞ്ഞ? അയാളുടെ ഭാഷയില് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, അവിഹിതമായിട്ട് ഒന്നിച്ച് താമസിക്കുന്നവരാ. പക്ഷെ ഈ നാട്ടില് പകൽ വെളിച്ചത്തില് രണ്ടുപേർക്കും തമ്മില് പരസ്പരം കാണാൻ പാടില്ലെന്നുണ്ടോ? ഉണ്ടോ അമ്മേ? CA എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നാല് പറയേണ്ടത് എന്തൊക്കെ നിയമങ്ങളാണെന്ന് എനിക്കും അറിയാം. ഞാൻ അറിഞ്ഞാമേ. മോളെ, നീ ഹരിയോട് സൂക്ഷിക്കാൻ പറയണം. ചതിച്ചു വീഴ്ത്തിയിരിക്കുക. ഇനി എന്തൊക്കെയാ അവര് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. മോളെ പോയിട്ട് വാ. ശരി അമ്മേ. ഈ പാതിരാത്രി നീ എവിടെ പോയതാണെന്നാ പറഞ്ഞത്? പ്രത്യേകിച്ച് ഒരിടത്തേക്കും പോയതല്ല സർ. എന്ന് പറഞ്ഞാ ആ പെണ്ണിനെ കാണാൻ വേണ്ടി മാത്രമാണോ പോയത്? എന്തോന്ന് സാറേ, നടന്നത് എന്താണെന്ന് ഇവൻ കൃത്യമായിട്ട് സാറിനോട് പറഞ്ഞതല്ലേ? അല്ല, ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കരുതെന്നാണോ സാർ ഈ പറഞ്ഞു വരുന്നത്? അതാണോ ഇവൻ ചെയ്ത കുറ്റം? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മിണ്ടാതിരിക്കാൻ. ആ സ്ത്രീയുടെ പരാതി സ്ട്രോങ്ങാ. അതനുസരിച്ചുള്ള വകുപ്പുകളും ചേർത്ത് ഞാനൊരു FIR ഇട്ട് കഴിഞ്ഞാലേ നീ കുറച്ചു കാലം പാടുപെടും. പിന്നെ അതിന്റെ കൂടെ ആ കുഞ്ഞൊരു പരാതി എഴുതി തന്നാ പിന്നെ കേസ് പോക്സോയാ. പോക്സോ? അതിന്റെ ശിക്ഷയെ കുറിച്ചൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? ജയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും നീ പുറത്തിറങ്ങില്ല.
അല്ല സാറേ, സാറിപ്പോ ഇവിടെ തന്നെ പിടിച്ച് പുറത്താക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നടന്നെന്ന് പറഞ്ഞാല് രണ്ടു കൂട്ടരെയും ചോദ്യം ചെയ്യണ്ടായോ? ഇതിപ്പോ എന്റെ മോൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് സാറെ കൊണ്ട് കരുതി വെച്ചിരിക്കുകയല്ലേ? സാറേ, എനിക്കെതിരെയുള്ള ചാർജുകളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇനി മൊഴിയെടുക്കലിന്റെയും വകുപ്പ് ചുമത്തലിന്റെയും ഒന്നും ആവശ്യമില്ലല്ലോ. എന്നെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് JR പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. സാർ അത് അങ്ങനെ തന്നെ അങ്ങ് ചെയ്തോ. ഓ, പോലീസുകാര് പക്ഷപാതപരമായിട്ട് പെരുമാറി നീതി കാണിക്കേണ്ട ഉദ്യോഗസ്ഥനത് കാണിച്ചില്ല, ഇതൊക്കെ പറയാനല്ലേ? പക്ഷെ നീ ഒന്ന് ഓർത്തോടാ, നിന്റെ കൂടെ വിലയില്ലാത്ത കുറെ പത്രക്കാരും ചാനലുകാരും ഒക്കെ ഉണ്ടല്ലോ. അവരിൽ ആര് വിചാരിച്ചാലും ഇതിൽ നിന്നും അത്ര വേഗം നിനക്ക് ഊരി വരാൻ പറ്റില്ലടാ. നിന്റെ ജീവിതം ദേ ഇവിടെ തീർന്നു. നീ എഴുതി വെച്ചോ. ഹരി, ഹേയ്, മോള് ഹരി, സാർ, സാർ ഞാനൊന്ന് സംസാരിച്ചോട്ടെ? വേണ്ട സാറേ, വീണ്ടും ചോദ്യങ്ങൾ ഒന്നേന്ന് ചോദിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. സാർ, നിങ്ങൾ തമ്മിൽ ഇനി കാണാൻ പോലും പാടില്ല എന്ന് പറഞ്ഞല്ലേ ഞാനന്ന് സ്റ്റേഷനിൽ നിന്ന് വിട്ടത്. സാർ, സുഖമില്ലാതെ കിടക്കുന്നുണ്ടല്ലേ സാർ? നിനക്ക് സുഖമില്ലാത്തവരെ പരിചരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ താഴെ വാർഡിലേക്ക് വന്നാ മതി. ഇഷ്ടം പോലെ പേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അവർക്കൊക്കെ സഹായം ആവശ്യമുണ്ട്. നിന്റെ സേവനം അവിടെയാ. ഇറങ്ങാൻ നോക്കിയാട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഭാരം കൂടി ഇവൻ സഹിക്കേണ്ടതായി വരും. നിത്യം, താൻ പൊയ്ക്കോ. ഇവരെന്നെ വെട്ടി മൂടാനുള്ള ഒരുക്കത്തില്ല. അതിൽ വെറുതെ താൻ കൂടെ പങ്കാളിയാവണ്ട. ഹരി, ഒന്ന് അടുത്തിരുന്ന് കരയാനുള്ള അനുവാദം പോലും എനിക്കില്ലല്ലോ. ഇവിടെ ഇറങ്ങി പൊയ്ക്കോ. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? പോവാണ് സർ. ഹരി ഇങ്ങനെ കിടക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇന്നലെ രാത്രി JRന്റെ നാവിന്ന് തന്നെ ഞാൻ കേട്ടതാ. അതെവിടെയാ പോയി പറയേണ്ടതെന്ന് എനിക്കറിയാം സാറേ. നിങ്ങളൊക്കെ എന്ത് കളങ്കം ചാർത്തി കൊടുത്താലും എന്റെ ഹരിയുടെ മനസ്സ് എനിക്കറിയാം. അത് കളങ്കപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടൊന്നും ആവില്ല സർ. ഞാനിവിടുന്ന് പോകുമ്പോ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചോളാം. അവിടെ ഈ ഏമ്മമാരൊന്നും തടയാൻ വരില്ലല്ലോ. ഓ, പൊയ്ക്കോ പൊയ്ക്കോ മോളെ. എടാ ഹരി, മധുര നൊമ്പരക്കാറ്റ്